നമുക്കെല്ലാവർക്കും അറിയാവുന്ന രണ്ട് സുഹൃത്തുക്കളുണ്ട്, രാജുവും രാഹുലും. ഇവർ രണ്ടുപേർക്കും മാസം 25,000 രൂപ സാലറി കിട്ടുന്നു. പക്ഷേ 20-30 വർഷം കഴിഞ്ഞപ്പോൾ രാജു ഫൈനാൻഷ്യൽ സ്ട്രെസ്. രാഹുലിന്റെ കയ്യിൽ ഒരു നല്ല കോർപ്പസ് ഉണ്ട്. സാലറി സെയിമാണ്. എന്താണ് ഡിഫറൻസ്? രാഹുൽ ഒരു ചെറിയ ഡിസിഷൻ നേരത്തെ എടുത്തു. SIP. SIP എന്നാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. സിമ്പിളായി പറഞ്ഞാൽ, നമുക്ക് മാസം ഒരു ഫിക്സഡ് തുക 500, 1000, 2000 പോലെ റെഗുലറായി മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് SIP. ഒരു തവണ വലിയ തുക മുടക്കണമെന്നില്ല. മന്ത്ലി സാലറി കിട്ടുന്ന പോലെ മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു, അത്രയുള്ളൂ. ചിട്ടിയിലും പിഗ്ഗി ബാങ്കിലും പൈസ സേഫാണ്. പക്ഷേ ഒരു പ്രോബ്ലമുണ്ട്. പൈസ വളരുന്നില്ല. ഇൻഫ്ലേഷൻ വന്നപ്പോൾ ഇന്നുള്ള 100ന്റെ വാല്യൂ 10 വർഷം കഴിയുമ്പോൾ കുറയും. SIPയിൽ എന്താണ് ഡിഫറന്റ്? നമ്മുടെ പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നു. കമ്പനികൾ വളരുമ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും വളരും. രാഹുൽ മാസം 500 രൂപ വെച്ച് SIP തുടങ്ങി. ഒരു നല്ല ഫണ്ടിൽ ലോങ് ടേം 12-15% റേഞ്ച് റിട്ടേൺ കിട്ടിയാൽ 10 വർഷം മുടക്കുന്നത് 60,000 രൂപ, വാല്യൂ 1 ലക്ഷത്തിന് മുകളിൽ. 20 വർഷം മുടക്കുന്നത് 1.2 ലക്ഷം രൂപ, വാല്യൂ 5 മുതൽ 7 ലക്ഷം രൂപ റേഞ്ച്. 30 വർഷം മുടക്കുന്നത് വെറും 1.8 ലക്ഷം രൂപ, പക്ഷേ വാല്യൂ 20 മുതൽ 30 ലക്ഷം രൂപ റേഞ്ച് വരെ എത്തിയേക്കാം. ഇത് ഗ്യാരണ്ടിയല്ല, പക്ഷേ ടൈമും ഡിസിപ്ലിനും ഉണ്ടെങ്കിൽ ഹിസ്റ്ററി പറയുന്നത് ഇതാണ്. ഈ മാജിക്കിന് പേര് കോമ്പൗണ്ടിംഗ്. പൈസയ്ക്ക് പൈസയുണ്ടാകുന്നു, അതിനു മേൽ പൈസയുണ്ടാകുന്നു. മലയാളത്തിൽ പറഞ്ഞാൽ പലിശയ്ക്കും പലിശ. ടൈം കൂടുമ്പോൾ പ്രോഫിറ്റ് സാലറിയേക്കാൾ പവർഫുൾ ആവും. ഇത് തുടങ്ങാൻ ഒരു സ്മാർട്ട് ഫോൺ, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് മതി. ഗ്രോ, സിറോധ, അപ്സ്റ്റോക്സ് പോലെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. KYC കംപ്ലീറ്റ് ചെയ്യൂ. ബിഗിനേഴ്സ് ആണെങ്കിൽ ഇൻഡെക്സ് ഫണ്ട് അല്ലെങ്കിൽ ബ്ലൂ ചിപ്പ് ഫണ്ട് തിരഞ്ഞെടുക്കുക. ഓട്ടോ പേ സെറ്റ് ചെയ്താൽ മാസവും ഓട്ടോമാറ്റിക്കായി ഇൻവെസ്റ്റ് ആവും. പൈസ ഉണ്ടാക്കാൻ വലിയ സാലറി വേണ്ട, ഡിസിപ്ലിൻ മതി. ഇന്ന് തുടങ്ങുന്ന ആ ചെറിയ 500 രൂപ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഒരു വലിയ സപ്പോർട്ടാവും.